ഷിരൂർ ദുരന്തമുണ്ടായിട്ട് ഒരു വർഷം പൂർത്തിയാവുകയാണ്. ഞാൻ നിൽക്കുന്ന ഈ കുന്നാണ് ഇടിഞ്ഞ് താഴെയിട്ട് പോയത്. ഗംഗാവാലി പുഴയുടെ മധ്യഭാഗത്ത് വരെ ഈ കുന്ന് ഇടിഞ്ഞു വീഴുകയും അർജുൻ്റെ ട്രക്കടക്കം ഈ ഗംഗാവാലി പുഴയിലേക്ക് ഒലിച്ചു പോവുകയും ചെയ്തിരുന്നു. പിന്നീട് 72-ാം ദിവസമാണ് അർജുനെയും അതോടൊപ്പം തന്നെ അർജുൻ്റെ ട്രക്കടക്കം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിലൊരു കാര്യം പറയേണ്ടത് ഈ കുന്നുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് ഷനിൽ ഇതൊന്ന് കാണിച്ചു കൊടുക്കാം. ഈ കുന്ന് ഏതാണ്ട് 90 മീറ്റർ ആഴത്തിലും അതോടൊപ്പം തന്നെ 125 മീറ്ററോളം വീതിയിലുമാണ് കുന്ന് ഒന്നാകെ ഇടിഞ്ഞ് താഴോട്ട് വന്നത്. ഏതാണ്ട് 900 മീറ്റർ ക്യൂബ് മണ്ണാണ് ഇടിഞ്ഞു വന്നതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം ഇതേ ദിവസം, അതായത് 15-ാം തീയതി ഏതാണ്ട് 20 സെൻറ്റിമീറ്ററിലേറെ മഴ ഈ മേഖലയിൽ പെയ്തു എന്നാണ് പിന്നീട് വന്നിരുന്ന കണക്കുകൾ. അതായത് അത്രയേറെ ശക്തമായ മഴയായിരുന്നു. ആ മഴയെ തുടർന്നാണ് ഈ കുന്നൊന്നാകെ ഇടിഞ്ഞു വീഴുകയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ താഴ്വാരത്തായിരുന്നു അന്ന് അർജുൻ്റെ ട്രക്കടക്കം ഉണ്ടായിരുന്നത്. ആ ട്രക്കാണ് പിന്നീട് ഒലിച്ചു പോവുകയൊക്കെ ചെയ്തിരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ മലയാളികൾ ഗോവയിലേക്കും അതോടൊപ്പം തന്നെ ബോംബെയിലേക്കൊക്കെ പോകുന്ന മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു താവളമാണ് ഇവിടെ. എല്ലാവരും വരുന്ന വഴികൾ ആളുകളൊക്കെ ഇവിടെ ഇറങ്ങി ഇവിടെ നിന്നതിന് ശേഷം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് പോകാറ്. നമുക്കിപ്പോൾ ഇവിടെ 2 തലശ്ശേരിക്കാരായ 2 സുഹൃത്തുക്കൾ നമുക്ക് ഒപ്പമുണ്ട്. എവിടെയാണ് വീട്? ഞാൻ തലശ്ശേരിയാണ്. എന്താ പേര്? രജീഷ്. പ്രണവ്. സാധാരണ നില വഴി പോകുന്ന ആളുകളാണ്? സ്ഥിരമായിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ സിസ്റ്റർ വീട് ഗോവയിലാണ്. അന്നേരം അവിടെ ജസ്റ്റ് എൻ്റെ മരുമോള് പ്രസവമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ കൊണ്ടാക്കാൻ പോയതായിരുന്നു. അവിടുന്ന് വരുമ്പേ നമുക്ക് ഇതിൻ്റെ അർജുനിൻ്റെ ഓർമ്മയായിരുന്നു. അന്നേരം ആ മാതൃഭൂമിൻ്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു അവിടെ. അന്നേരം എനിക്ക് തോന്നി ഇതൊരു വർഷമായിട്ട് അവരെന്തോ ഷൂട്ട് ചെയ്യുന്നതാണെന്ന് വിചാരിച്ച്. എന്നാലും ആ ഓർമ്മകൾ ഇപ്പോൾ അത് നിൽക്കുന്നത്. അത്ര ദിവസം ഈ റിപ്പോർട്ടർ ചാനലിലെല്ലാം 10-70 ദിവസം തോന്നുന്നു ഇവിടെ തന്നെ നിന്നിട്ടുണ്ട്, ഇതായിട്ടുണ്ടായിരുന്നത്. വല്ലാത്തൊരു വിങ്ങലാണ് നമുക്കിവിടെ. ശരിക്കും സത്യമായിട്ടും വല്ലാത്തൊരു വിങ്ങലാണ്. എൻ്റെ മരുവോളും സിസ്റ്ററും എല്ലാം ഉണ്ടായിരുന്നു. അവരെല്ലാം പറഞ്ഞ് ഇവിടെ നിർത്തിയിട്ട്, അന്ന് നോക്കുമ്പോൾ മഴ കൂടുതലായതുകൊണ്ട് നിർത്താനും പറ്റിയിട്ടില്ല, വണ്ടി നിർത്തിയിട്ടില്ല. നമ്മൾ ഫോട്ടോ എടുക്കേണ്ടിയിട്ടും എല്ലാം നിന്നതാണ്. ഇപ്പോൾ നമ്മളാ മനസ്സിലെ അർജുനിൻ്റെ ഓർമ്മകൾ ഇപ്പോൾ ഉണ്ട്. അത് നമുക്ക് അന്ന് ഇവിടെ ആദ്യഘട്ടത്തിൽ വന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ നിസ്സംഗതയോടെയുള്ള രക്ഷാപ്രവർത്തനമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടുത്തെ ഒരു വ്യവസ്ഥ അങ്ങനെയാണ്. കാരണം ഇത്തരത്തിൽ ഏതെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം വീട്ടിൽ കൊണ്ടു കൊടുക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നും ആലോചിക്കാത്തൊരു നിലയുണ്ടായിരുന്നു. പിന്നീടാണ് കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളടക്കം ശക്തമായി ഇടപെടുക. എങ്ങനെയാണ് ആ മാധ്യമ പ്രവർത്തനത്തെ കാണുന്നത്? അത് തന്നെ ഞാൻ പറഞ്ഞ പോലെ റിപ്പോർട്ടറാണ് ഏറ്റവും കൂടുതൽ. നിങ്ങൾ മറ്റേ ഇതെല്ലാം വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ അരുൺ സാറും എല്ലാം ഉണ്ടായിരുന്നല്ലോ. അന്നേരം ഫുൾ ടൈം നമ്മളെ കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ ഒരുവിധമെല്ലാം മാധ്യമങ്ങളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് ദുഃഖകരമായ ഒരു കാര്യം എന്നുള്ളത് 11 പേരാണ് ഇവിടെ മരിച്ചത്. അതിൽ 9 പേർക്ക് നഷ്ടപരിഹാരം ലഭ്യമായിട്ടുണ്ട്. ബാക്കി 2 പേർക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. കാരണം അതുകൊണ്ട് തന്നെ അവർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന 2 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്താണ് അതിനെക്കുറിച്ച് പറയാൻ? അതിനൊക്കെ ഇതിനെ പറ്റിയിട്ട് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. ഇതിൻ്റെ നഷ്ടപരിഹാരം കർണാടക ആയതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് അറിയില്ല. അത് അതിൻ്റെ പണ്ട് ഞാൻ ഇതിലൂടെ പോകുമ്പോൾ അവരെ ലക്ഷ്മണൻ അവരെ കടയും ചായപ്പൊടിയെല്ലാം നമ്മൾ കാണലുണ്ട് ഇതിലൂടെ പോകുന്ന സമയത്ത്. പിന്നെ ഇതിങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വന്നുകൊണ്ടാണ് അവർ ഇത് ഇവിടെയാണെന്നെല്ലാം മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരു ശ്മശാന മുഖതയാണ് ഇവിടെ, ഒരു കടകൾ പോലും ഇല്ല, ഒന്നുമില്ല. അത് ഇതിലൂടെ പോകുമ്പം തന്നെ ഒരു മനസ്സിൽ തന്നെ ഒരു വല്ലാത്തൊരു ഇതാണത്. നമ്മളെപ്പം പോകുന്ന വഴി നമ്മളെല്ലാം ഇവിടെ നിർത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ചിലപ്പോൾ എല്ലാ ആ സമയത്തെല്ലാം. പണ്ട് ഇവിടെ ഒരു ലോറിക്കാരുടെ താവളമായിരുന്നു. ലോറീൻ്റെ ഫുള്ള് ലോറി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, നിരത്തി വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ വണ്ടിയിൽ പോകുന്നതാണ് കാറെടുത്തിട്ട്. ഏതായാലും പഴയ ഓർമ്മകളുണ്ട്. വളരെ തിരക്കുള്ള ഒരു സ്ഥലമായിരുന്നു ഇവിടെ. പക്ഷേ ഇപ്പോൾ ഇവിടെ വണ്ടികൾക്കൊന്നും നിർത്താൻ പോലും പെർമിഷൻ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അപകടകരമായ ഒരു സാഹചര്യമുണ്ട്. മണ്ണ് ഇനിയും ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് അത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്നത്. ഏതായാലും ഇപ്പോഴും നമ്മളെ ദുഃഖിപ്പിക്കുന്ന കാര്യം എന്നുള്ളത്, ഇപ്പോൾ മരിച്ച ആളുകൾക്ക് വേണ്ടുന്ന പൂർണ്ണമായുള്ളൊരു നഷ്ടപരിഹാരത്തിലേക്ക് ഇപ്പോഴും അവർക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം പോലും കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കേണ്ട നഷ്ടപരിഹാരമുണ്ട്. അത് സംബന്ധിച്ച കേസ് കോടതിയിൽ നിലവിലുണ്ട്. ഏതായാലും 1 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നും അതോടൊപ്പം തന്നെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകണമെന്നുമായിരുന്നു ആവശ്യം. പക്ഷേ 25 ലക്ഷത്തോളം രൂപ നൽകാമെന്നുള്ള ഒരു കാര്യം ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് ഉണ്ടായി എന്ന് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ പോലും ഒരു സ്ഥിരീകരണവും ഈ ഘട്ടം വരെയില്ല. അതോടൊപ്പം തന്നെ മരിച്ച 2 പേരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇതുവരെ ലഭ്യമാകാത്തതും വലിയൊരു പ്രശ്നമായി നിലനിൽക്കുകയും ചെയ്യുന്നു. ഏതായാലും ഇപ്പോൾ ഗംഗാവാലി പുഴയിലെ ഈ മണ്ണ് നീക്കം ചെയ്തതിനാവശ്യമായ 4.5 കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്. ഏതായാലും ഒരു വർഷം പൂർത്തിയാകുമ്പോൾ പോലും ഇപ്പോൾ പോലും ആ മണ്ണൊന്നും ഇതുവരെ നീക്കാൻ കഴിഞ്ഞില്ല. അതായത് അപകടകരമായ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഗംഗാവാലി പുഴയിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ടോട്ടൽ 11 ആൾ മരിച്ചത്. ഇവിടെ 9 ആൾ കിട്ടി, ബോഡി കിട്ടി. 2 ആൾ ബോഡി കിട്ടിയിട്ടില്ല. കാരണം സർക്കാർ ഞങ്ങളെ ഇവിടെ തന്നെ ലോക്കൽ MLA സതീഷ് ശൈലിൻ്റെ നേതൃത്വത്തിൽ ഒരു 11 ആൾക്ക്
ഒരാൾക്ക് 5 ലക്ഷം രൂപത്തിന് 55 ലാഖ് രൂപ കിട്ടി. അവർക്കൊരു 8 വീടുണ്ടായി. ആ വീട്ടിന് സ്ഥലാന്തരാക്കിയിട്ട് 1.5 ഗുണ്ട സ്ഥലം കൊടുത്തിട്ട് പിന്നെ ಅದಕ್ಕೆ 92,000 rupees ഫെയർ വീട്ടിക്ക് നാക്കിയിട്ട് അവർക്ക് വീട്ടിൽ എല്ലാം ആക്കി കൊടുത്തത്. ഇത് ഒരു പ്രശ്നമുണ്ട് എന്നാണ്, ഈ നദിയിൽ വിട്ടിട്ട് മണ്ണെണ്ണ എടുത്തിട്ടില്ല. ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വർഷക്കാലമായി മണ്ണ് എടുത്തിട്ടില്ല. പിന്നെ IRB റോഡുണ്ട്, റോഡ് സുഗമ സഞ്ചാര ആയിട്ടില്ല. ഇതിന് പ്രോബ്ലം ಏನಾയിരിക്കുന്നത്, ഈ റോഡിന് സുഗമ സഞ്ചാരಕ್ಕೆ ವ್ಯವಸ್ಥೆ ಹಾಕೊಟ್ಟಿട്ട് കൊടുക്കിട്ടില്ല. പിന്നെ ഇതുകൊണ്ടൊരു എടുത്തിട്ടില്ല. ബാക്കിയെല്ലാം ഈ ആൾ മറിച്ചതല്ല, അവർക്കെല്ലാം സർക്കാരത്തിന് എന്തിനെ കിട്ടണോ അത് കിട്ടിയതാ. വീടിക്ക് സ്ഥലാന്തര ആക്കിയിട്ടത് വീട് കിട്ടി, ഇതെല്ലാം ആയി. പിന്നെ ഇത് മുമ്പിൽ ഈ വർഷം മഴ കുറവുണ്ടാ, കുറച്ച് മഴ ഇരിക്കുന്നത്. മഴ ജാസ്തി ഉണ്ടായെങ്കിൽ ഇതെല്ലാം വെള്ളം കിട്ടും. ഈ മണ്ണുണ്ടല്ലോ മുകളിൽ നദി കിട്ടും, മുಳುകണ്ട ആളുകാർക്ക് പ്രോബ്ലം ആവും. നെക്സ്റ്റ് അതിന് അർജൻറ്റാಗಿ ഇത് എടുക്കണം. പിന്നെ ഈ സുഗമ സഞ്ചാരಕ್ಕೆ വ്യവസ്ഥ കൊടുക്കണം, അത് ನಮ್ಮ പ്രശ്നം. അതോടൊപ്പം തന്നെ കുത്തൊഴുക്കുണ്ട്, ചുവന്ന നിറത്തിലുള്ള വെള്ളമാണ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ശക്തമായ കാറ്റും അതോടൊപ്പം തന്നെ മഴയും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യം. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ ശിരൂർ.